തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന്റെ വാഹന പര്യടന ജാഥ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലൂടെയാണ് ഈ വാഹന പര്യടനം തുടരുന്നത്. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ അദ്ദേഹത്തിന് ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകുന്നു. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഒരു ആത്മവിശ്വാസം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ 4 ആഴ്ച വർഷം ചെയ്തല്ലോ. ഇനി നമ്മൾ വാഹന പര്യടനം ആരംഭിക്കുമ്പോൾ ആ ഒരേ ആവേശം കാണുന്നുണ്ട്. എനിക്ക് ഒരു സംശയമില്ല, ജനങ്ങൾ എനിക്ക് മുമ്പ് നൽകിയ വിശ്വാസം വീണ്ടും നൽകും. അതാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് UDF-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ്. LDF-നെ കാണാനില്ല. പക്ഷെ ഇന്നലെ LDF സ്ഥാനം നമ്മോട് പറഞ്ഞത് തരൂർ തോൽവി ഉറപ്പിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി ഒരു ശ്രമമാണ്. എനിക്ക് ശ്രമിക്കാൻ ആവശ്യമില്ല. ആ വോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. 3 തവണ ജയിച്ച ആളത് അവരല്ലേ 2 തവണ മൂന്നാമത്തെ സ്ഥാനത്ത് എത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞ ശ്രീകോട്ട മത്സരനായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറച്ച് ആഴ്ചയായി കാണുന്നത് അവർക്ക് വേണ്ടി ഒരു ഇണക്കമില്ല. അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു അവരും രാജീവ് ചന്ദ്രശേഖറും നല്ലൊരു മത്സരത്തിൽ ഇറങ്ങി BJP 3ാം സ്ഥാനത്ത് താത്താന്. പക്ഷെ അത് നടക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് BJP ആണ് കൂടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ 2ാം സ്ഥാനത്തിൽ BJP തോൽപ്പിക്കാനാണ് എന്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ കാണുന്നത്. ഈ പലരും പറയുന്നത് അങ്ങയുടെ ഒരു വോട്ട് ബേസ് ഈ ടെക്കികള്, അതുപോലെ ടെക്കീസ്, അതുപോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ലോസ് ഉണ്ടാവുന്നു. നോക്കൂ, ഏത് സ്ഥാനാർത്ഥിക്കും അവർ സ്വന്തം നാട്ടിൽ 100% പിന്തുണയില്ല. നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് 100% ഉണ്ടാക്കി. 1% ആൾക്കാർ മാറുമായിരിക്കും. പക്ഷെ ഭൂരിപക്ഷം ഇവരൊക്കെ എന്റെ വോട്ടർമാർ തന്നെയാണ്. എനിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സംശയം. ഒറ്റ കാര്യം, കേരള സ്റ്റോറി വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇപ്പോ വീണ്ടും ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നു. എങ്ങനെയാണ് മോശമായി മാറി വന്നു. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, സിനിമ റിലീസായ സമയത്ത് തന്നെ നമസ്കാരം എല്ലാവരും പറഞ്ഞു ഇത് ശരിയല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമായ കേരള സ്റ്റോറി, ഇത് വെറും വിദ്വേഷവും വർഗീയതയും ഒരു കഥയാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു സംസ്ഥാനമാണ്. അതല്ലേ കേരള സ്റ്റോറി ശരിക്കും പറയുന്നത്. പക്ഷെ എന്തായാലും ഈ ദൂരദർശന്റെ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവര് ഓട്ടോണമി കൊടുത്തതാണ്. അതാണ് പ്രസാർ ഭാരതിയൊക്കെ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു ഓട്ടോണമി ഇല്ലാതെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ കാട്ടുന്ന അവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കുന്നത് മോശമായി പോയി. അതിന് നിറയുന്നുണ്ണയാണ് എത്ര ആൾക്ക് ഈ കേരളം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തെ ഒരു മിനി പാകിസ്ഥാനാക്കി കാണിച്ചു കൂട്ടുന്നത് അർത്ഥമില്ലാത്തൊരു പരിപാടി. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഇത് കാണിക്കായിരുന്നില്ല. പക്ഷെ കാണിച്ചതിന്റെ കാരണം അവർക്ക് വലിയൊരു കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നില്ല. അവരുടെ വർഗീയത വിശ്വസിക്കുന്നവർ തന്നെ ഇതും വീണ്ടും വിശ്വാസിക്കും. അദ്ദേഹം തിരക്കിലാണ്. സ്വീകരണത്തിന് പ്രവർത്തകർ തിരക്കൂട്ടുന്നു. ഏതായാലും ശശി തരൂരിന്റെ വാഹന പര്യടന ജാഥ തുടരുകയാണ്. കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങളിൽ കടുത്ത വിമർശനമാണ് അദ്ദേഹം BJP-ക്കെതിരെ ഉയർത്തുന്നത്. അദ്ദേഹം തന്റെ നിലപാട് ഉറച്ചുനിൽക്കുന്നു. ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. BJP പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ ഹരിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18.